ഗവൺമെന്റിന്റെ ഗുരുതരമായ അലംഭാവമാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. സാധാരണ തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മതിയായ ചർച്ചകൾ നടത്തി വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ക്രോഡീകരിച്ചുകൊണ്ട് തീർത്ഥാടനം സുഗമമാക്കുന്ന പ്രവർത്തനമാണ് എല്ലാ ഗവൺമെന്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തവണ അത് ഉണ്ടായില്ല. ആകെ മുഖ്യമന്ത്രി ഒരു യോഗം മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചു എന്നുള്ളതല്ലാതെ ശബരിമലയിലെ തീർത്ഥാടനം സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പ്രതിപക്ഷം പ്രശ്നം ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ് പിന്നീട് മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. ഞങ്ങളുടെ ഡിമാൻഡ് ആയിരുന്നു ദേവസ്വം മന്ത്രി അവിടെ പോകണമെന്നുള്ളത്. അപ്പം ദേവസ്വം ബോർഡും ഗവൺമെന്റും മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ ഒരു ഏകോപനമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ രൂക്ഷമായത്. 1,00,000 പേര് വരെ തീർത്ഥാടനത്തിന് വരുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത പ്രതിസന്ധി ഉണ്ടായത് ഏകോപനത്തിന്റെയും തയ്യാറെടുപ്പുകളുടെയും പ്രവർത്തനം ശരിയായി മുന്നോട്ട് പോകാത്തത് കൊണ്ടാണ്. ഇവിടെ പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിന്യസിപ്പിക്കുന്നില്ല. തന്നെയുമല്ല, നവകേരള സദസ്സിന് വേണ്ടി മുഴുവൻ പോലീസുകാരും പോയിരിക്കുകയാണ്. എരുമയിലും പമ്പയിലും നിലയ്ക്കലും വേണ്ടത്ര പോലീസുകാരില്ലായിരുന്നു. അങ്ങനെ ഈ തീർത്ഥാടനത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് തയ്യാറായില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഇപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പൊ തന്നെ തമിഴ്നാട് DGP, തമിഴ്നാട് ചീഫ് സെക്രട്ടറി കേരളത്തിലെ ചീഫ് സെക്രട്ടറിയുമായി ഫോണിൽ സംസാരിച്ചു. എല്ലാവർക്കും ആശങ്കയുണ്ട്. ശബരിമല വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു താല്പര്യവും ഞങ്ങൾക്കില്ല. പക്ഷേ ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, 20 മണിക്കൂർ വരെ ക്യൂ നിന്ന് ദർശനം നടത്തേണ്ട അവസ്ഥ, പമ്പയിലും നിലയ്ക്കലും ആളുകൾ കൂടിക്കിടന്ന് അവരെ നേരിടുന്ന പ്രയാസങ്ങൾ, അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കണമെന്നാണോ മുഖ്യമന്ത്രി പറയുന്നത്? നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.